Don't forget to subscribe. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് പണ്ട് സൗത്ത് പാർക്ക് ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായൊരു ഇൻസിഡൻ്റാണ്. നമ്മുടെ ഗായകൻ യേശുദാസ് അദ്ദേഹം നമ്മുടെ റൂമിൽ അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. റൂം സർവീസിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു പൊസിഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ആ സമയത്ത് ആ റൂമിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. കോൾ വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഫോൺ റിസീവർ എടുത്തു, ആ പേര് ഞാൻ നോക്കിയില്ല. ഒരു 10:30 വരെയാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ ബുഫേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആക്ച്വലി ബേസിക്കലി BCom ഗ്രാജുവേറ്റ് ആണ്. BCom കഴിഞ്ഞ് MCom കഴിഞ്ഞ് ഇങ്ങനെ പോകണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ ആ സമയത്ത് ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ഒരു ബൂമിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നു. അപ്പോൾ BCom കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് ITC വെൽക്കം ഗ്രൂപ്പ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഡെപ്ത്ത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എത്രത്തോളം ബൃഹത്തായ ഒരു മേഖലയാണ് എന്ന് മനസ്സിലായത്. അതായത് ഇൻഡസ്ട്രി എങ്ങനെ, ഒരു ഹോട്ടലിൻ്റെ ലാഭം എങ്ങനെ കൊണ്ടുപോകണം, ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം, ട്രെയിനിങ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അപ്ഡേറ്റ് ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം, നമ്മുടെ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പിന്നീട് വന്ന ഒരു താല്പര്യമായിരുന്നു യഥാർത്ഥത്തിൽ. ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ട്രിവാൻഡ്രത്തുള്ള ITC വെൽക്കം ഗ്രൂപ്പ് ഹോട്ടലായിട്ടുള്ള സൗത്ത് പാർക്കിലായിരുന്നു ജോലി ചെയ്തത്. ബേസിക്കായിട്ടുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ തട്ടിൽ നിന്നാണ് നമ്മുടെ ജോലി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് ലെവല് വർദ്ധിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഗസ്റ്റുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു 6 മാസത്തെ ട്രെയിനിങ് ആണ് അതിന് നൽകുന്ന ഒരു ബേസിക് എന്ന് പറയുന്നത്. ഈ 6 മാസം കൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ബോധം, അറിവ് വർദ്ധിപ്പിക്കുക. എങ്കിലേ നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ 6 മാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു 2 വർഷത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മളെല്ലാം കരസ്ഥമാക്കിയാൽ മാത്രമേ നമുക്കൊരു മുൻനിരയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഗസ്റ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പല രാജ്യത്തുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അവരുടെ കൾച്ചർ, അവരുടെ താല്പര്യം നമ്മൾ മനസ്സിലാക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നല്ലൊരു ലിസണർ ആയിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അറിയാതെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവരുടെ സ്ഥലങ്ങളിലേക്കും അവരുടെ കൾച്ചറിലേക്കും നമ്മൾ ഇറങ്ങിപ്പോകും. അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല, നമ്മുടെ ഭാഷ സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. അവരുടെ ഭാഷയിലായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതെ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുക? അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും കൂടുതലും വരുന്നത് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർക്കൊരു ടീം ലീഡർ ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരുപാട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രാവീണ്യം ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന ഈ ഗ്രൂപ്പുകൾക്ക് ടീം ലീഡറുമായിട്ടായിരിക്കും നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും അവരുടെ ടേസ്റ്റ് എന്താണെന്നും ഇവർ വരുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അത് ഈ ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടീം ലീഡറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊന്നും അവർക്ക് തീരെ പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ അവരുടെ ആ ടേസ്റ്റിനനുസരിച്ചുള്ള അവരുടെ ഏതാണ് അവർക്ക് താല്പര്യമുള്ള ഫുഡ് അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ റെഡിയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ടീം ലീഡറുമായിട്ടായിരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ട് നമുക്ക് അവരുമായിട്ട് ഏത് രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ആക്ഷനിലൂടെ ഇല്ലെങ്കിൽ അതൊക്കെ ഒരു രസമാണ്. അതൊക്കെ നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങ് പെരുമാറിക്കോണം. അതൊക്കെ ഓരോരുത്തരുടെ പറയുന്ന പോലെ സാമർഥ്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. നമുക്കിവിടെ ചില ദിവസങ്ങളിൽ മദ്യം കിട്ടില്ല. അപ്പോൾ 1-ാം തീയതി ബിവറേജസ് അവധിയാണ്, അല്ലെങ്കിൽ ചില മൊത്തത്തിൽ മദ്യം കിട്ടാതെ ചില ഹർത്താലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടുപോകുന്ന നിങ്ങളുടെ ഹോട്ടലിൽ തന്നെ നിൽക്കേണ്ടി വരുന്ന ആളുകളുണ്ടാവില്ലേ? അവരെങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെയായിരിക്കും? ഈ മദ്യം എന്ന് പറയുന്നത് ഈ ടൂറിസം മേഖലയിൽ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ അങ്ങനൊന്നും ഡ്രൈ ഡേ എന്നുള്ളതൊന്നും
എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം വളരെ നമ്മുടെ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലുള്ളവരെ പോലെ ഒരുപാട് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ വേറൊരു തലത്തിലേക്ക് പോയി ഈ പറയുന്ന നാടൻ ഭാഷയിലൊക്കെ പറയത്തില്ല അടിച്ച് ഓഫാകുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും അവർക്ക് താല്പര്യമില്ല. അവരുടെ നോർമൽ ഫുഡ് കഴിക്കുമ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന ഒരു സമയത്ത് അവർ താല്പര്യമുള്ള ലിക്കർ കഴിക്കും. അത് ലേഡീസ് ആയാലും ഈ പറയുന്ന പോലെ ജെൻസ് ആയാലും. അപ്പോൾ അതിനൊന്നും അവർക്കൊരു ലിമിറ്റുണ്ട്, അവർക്കറിയാം. ആ രീതിയിലായിരിക്കും. പിന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അവരത് ചോദിക്കും. അവർക്ക് ഇവിടുത്തെ റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ചില ആൾക്കാരൊക്കെ ഓൾറെഡി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് റെഡിയെ പോകാൻ തയ്യാറായിരിക്കുന്ന, ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിന് പോകാൻ തയ്യാറായിരിക്കുന്നവരായിരിക്കും. ചില സമയങ്ങൾ കൊണ്ട് ഈ ഫ്ലൈറ്റിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റ് സ്ട്രൈക്കോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം, പക്ഷേ അവർ ആ അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് അവർ തന്നെ വഹിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഗസ്റ്റ് ഫസിയാകും, അല്ലെങ്കിൽ അവരെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്കൊക്കെ വരും. പിന്നെ നമ്മളവരെ കൺവിൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഈ സൗത്ത് പാർക്കിലെ ഒഫീഷ്യൽ ജീവിതത്തിന് ശേഷം മറ്റെവിടെയൊക്കെയാണ് പോയത്? സൗത്ത് പാർക്കിലെ ഒരു വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരായിട്ടുള്ള ബന്ധങ്ങളും മറ്റ് ബിസിനസ് മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ സൗത്ത് പാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് തന്നെ മറ്റൊരു ഹോട്ടലായിട്ടുള്ള, ഇപ്പോൾ അത് സരോവർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്, ക്ലാസിക് അവന്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് പോയത്. അവിടെ ഒരു 6 വർഷം വർക്ക് ചെയ്തു. ഈ സൗത്ത് പാർക്കിൽ നിന്ന് കിട്ടിയേക്കാൾ കുറച്ചുകൂടെ അടുത്ത ഒരു ലെവലിലേക്ക് അത് ജോലി സംബന്ധമായിട്ടുള്ള, ഇപ്പം ഒഫീഷ്യലി നമുക്ക് ഒരു പ്രൊമോഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രൊമോഷനൊക്കെ നേടിയെടുത്തതും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതും അടുത്ത പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. ക്ലാസിക് അവന്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. നമ്മൾ ഓരോ പ്രോപ്പർട്ടി മാറുന്നതോറും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓരോ വർഷവും ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് വരികയാണ് ചെയ്തത്. PJ പ്രിൻസസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വൈപ്പിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് IHCL ബ്രാൻഡിൽ ഫുഡ് ആൻഡ് ബെവറേജ് മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അതെ 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 അത് തന്നെ. ഏത് ഗസ്റ്റിൻ്റെയും സെക്കൻഡ് ഹൗസ് എന്നാണ് പറയുന്നത്, രണ്ടാമത്തെ വീടാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ പല ടെൻഷനിലാണ് നമ്മുടെ ഹോട്ടലിലേക്ക് വരുന്നത്. അവരുടേതായ പല പ്രശ്നങ്ങളുണ്ട്. ബിസിനസ് പ്രശ്നങ്ങളുണ്ടാകാം, ഇല്ലെങ്കിൽ അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ അത് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അവരുടെ ടെമ്പർ മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ഗസ്റ്റുകളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രീതിയിൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക. അവരോട് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം പൊളൈറ്റായിട്ട് സംസാരിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരാഗ്രഹിക്കുന്ന ഫുഡുകൾ, ആഹാരങ്ങൾ ആ രീതിയിൽ കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില ഗസ്റ്റുകൾ ഇച്ചിരി ഫസിയാകാറുണ്ട്, ചില ദേഷ്യപ്പെടാറുണ്ട്. ചിലപ്പം ചില ടെക്നിക്കൽ എറേഴ്സ്, മിസ്റ്റേക്കുകളൊക്കെ പല രീതിയിൽ വരാമല്ലോ. അത് ഹ്യൂമൻ എറർ ആയാലും ഈ ടെക്നിക്കൽ എറർ ആയാലും. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും ചില ഷോർട്ട് ടെമ്പറായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ പെട്ടെന്ന് ചൂടാകാറുണ്ട്. സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ പ്രമുഖ താരനിരകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് ചില ആൾക്കാർ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ അവരെ തണുപ്പിച്ചിട്ടുണ്ട്. ഉയരത്തിലുള്ള ഒരു മീറ്റ് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് പണ്ട് സൗത്ത് പാർക്ക് ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായൊരു ഇൻസിഡൻ്റാണ്. നമ്മുടെ ഗായകൻ യേശുദാസ്, അദ്ദേഹം നമ്മുടെ റൂമിൽ അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. അവിടുത്തെ ഒരു വലിയ റൂമുണ്ട്. പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ താമസിക്കുന്ന എപ്പോഴും ഒരു VIP കാറ്റഗറി ഗസ്റ്റ് ആയിരിക്കും. അന്ന് നമ്മുടെ യൂസഫ് അലി സാറൊക്കെ വന്ന് താമസിക്കുന്ന ഒരു റൂമാണത്. ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് അതിന് പറയുന്നത്. അതായത് വളരെ സൂക്ഷിച്ച് വേണം ആ ഗസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ. വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു VIP ഗസ്റ്റ് വന്നാൽ നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടും. റൂം സർവീസിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ആ സമയത്ത് ആ റൂമിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. അപ്പോൾ റൂമിൽ നിന്ന് കോൾ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെലിഫോണിൽ അറിയാൻ പറ്റും, ഗസ്റ്റിൻ്റെ പേര്, റൂം നമ്പർ എല്ലാം എഴുതി വരും. അപ്പം ഓൾറെഡി മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു, ഇന്ന റൂമിൽ ഇന്ന ആൾ താമസിക്കുന്നുണ്ടെന്ന്. പക്ഷേ കോൾ വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഫോൺ റിസീവർ എടുത്തു, ആ പേര് ഞാൻ നോക്കിയില്ല. ഒരു 10:30 വരെയാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ ബുഫേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ ഞാൻ എന്താണ് കഴിക്കാൻ ചോദിച്ചത്, അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി റെസ്റ്റോറൻറ്റിൽ ബുഫേ ഉണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പം പിന്നീടാണ് ആ വോയിസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇന്ന ആളാണെന്ന്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് അങ്ങനെ നാവിൽ വന്നത് ഒരു മിസ്റ്റേക്കാണ്, ആക്ച്വലി ഒരു തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് കഴിക്കാനുള്ളതിൻ്റെ പേരല്ലേ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അദ്ദേഹം റൂമിൽ നിന്ന് ഷൗട്ട് ചെയ്തു എന്നെ ഫോണിൽ കൂടെ. അതിനുശേഷം അദ്ദേഹം താഴെ ലോബിയിൽ വന്നു. അവിടുത്തെ GM മറ്റ് മാനേജേഴ്സ് എല്ലാ HODസും ഹൗസ് കീപ്പിംഗ് HOD ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, ഫുഡ് ആൻഡ് ബേവറേജ് മാനേജേഴ്സ്, അതേപോലെ എല്ലാ HODസും ഫ്രണ്ടിൽ യേശുദാസ് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. അപ്പം അതായത് നിങ്ങളുടെ സ്റ്റാഫ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് എന്നെ ആ ഒരു കൂട്ടത്തിൽ കൊണ്ടുവന്നു. എന്നെ അവിടെ ഞങ്ങളെല്ലാവരെയും അദ്ദേഹം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പാടില്ല എന്നുള്ള ഒരു ക്ലാസ് അങ്ങ് എടുത്തു. നമ്മളെ സംബന്ധിച്ച്, ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് വരാൻ പാടില്ലായിരുന്നു. അപ്പം അതിനുശേഷം അദ്ദേഹത്തെ ഒന്ന് തണുപ്പിച്ചു. നല്ല ചൂടായി അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ ഒന്ന് തണുപ്പിച്ച് കൊണ്ടുവന്നു. ഒരു ചിക്കൻ സാൻഡ്വിച്ച് കൊടുത്തു. ഞാൻ തന്നെയാണ് സെർവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതാണ് എൻ്റെ ഒരു ശേഷം പല തവണ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് കിടപ്പുണ്ട്. Don't forget to subscribe.